എന്തായാലും ഒരു ഉഡായിപ്പ് ഡീൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും കാര്യം എന്താണെന്ന് പറയുമ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം മഞ്ഞപ്പടയായിട്ടൊക്കെ ഒരു മീറ്റിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിരുന്നു. ഒരു മീറ്റിങ്ങിൽ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു എത്രയും പെട്ടെന്ന് ഡൊമസ്റ്റിക് സൈനിങ്സ് നടത്തണമെന്ന്. അത് കേട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ സൈൻ ചെയ്യാനിരുന്ന ബികാഷ് യുംനാമിനെ ഇപ്പോൾ തന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്നും നമുക്കറിയാം. അതായത് പ്രീതാങ്കോട്ടാലിനെ അങ്ങോട്ട് കൊടുക്കുക, ബികാഷ് യുംനാമിനെ ഇങ്ങോട്ട് മേടിക്കുക. ഒരു ഇൻകമിംഗ് എന്ന് പറയണ്ടായോ, ഡൊമസ്റ്റിക് സൈനിങ് ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ടായോ. അതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ബികാഷ് യുംനാമിനെ കുറച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ഹോർമിപ്പാവിനെ പോലെ തന്നെ ഒരു പ്ലെയറാണ്. രണ്ടുപേരും ഒരുമിച്ചിട്ട് കളിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണ്. അത് എന്തായാലും ടീമിന് ഗുണം ചെയ്യും. ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. വൺ ഓഫ് ദി നെക്സ്റ്റ് ടാലൻസ് എന്നൊക്കെ അറിയപ്പെട്ടൊരു താരമാണ്. വേൾഡിലെ ഒരു ലിസ്റ്റിൽ, അന്നത്തെ ലിസ്റ്റാണെന്ന് അറിയില്ല, ഏത് വർഷത്തെ ലിസ്റ്റാണെന്ന് അറിയില്ല, ബട്ട് ഒരു ലിസ്റ്റിൽ ബികാഷ് യുംനാമിൻ്റെ പേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കിതൊരു ഉഡായിപ്പ് ഡീലായിട്ടാണ് തോന്നിയത്. അതായത് ഡൊമസ്റ്റിക് സൈനിങ് ചെയ്തല്ലോ എന്ന് പറയാൻ വേണ്ടി നടത്തിയൊരു സൈനിങ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.